എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കടല കറിയാണ്. സാധാരണ നമ്മൾ വെള്ളക്കടല വെക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബട്ടൂരയുടെ കൂടെയും അതുപോലെ ചോറിന്റെയും അപ്പത്തിന്റെയും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് വെള്ളക്കടല വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഒരു 4-5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വെള്ളക്കടല നമുക്ക് നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടുന്നതാണ്. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 മണിക്കൂറും കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ഇതുപോലെ ഒരു വെള്ളത്തുണി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തുണി എടുത്തിട്ട് നമ്മൾ കിഴിയൊക്കെ കെട്ടുന്ന പോലെ ഒന്ന് കെട്ടിയെടുക്കുക. ചായപ്പൊടി നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് കരുതിയിട്ട് ചായയുടെ ഒരു കമർപ്പ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കുതിർത്തി വെച്ച ഈ ഒരു വെള്ളക്കടല എല്ലാം കൂടെ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കടലയിലേക്ക് നമുക്ക് ഒരു 4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഒരു കറുവപ്പട്ടയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 ഗ്രാമ്പുമാണ്. ഈ ഒരു ഗ്രാമ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 3 ബേ ലീവ്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ തേയിലപ്പൊടി ഇതുപോലെ കിഴി കെട്ടിയതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടലയൊക്കെ വെന്ത് വരാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കടലയിലൊന്ന് പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ല പോലെ തന്നെ കടലൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതുപോലെ വലിയ ടൈപ്പ് കടലയാണെങ്കിൽ നമുക്കൊരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് ഉടഞ്ഞൊന്നും പോകാതെ തന്നെ. അപ്പോൾ ഇതൊരു 3 വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ നല്ല പോലെ ഒന്ന് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മളിതിലേക്ക് തേയിലപ്പൊടി കിട്ടിയ ഒരു കിഴിയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കടലയ്ക്കും ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. ഒരു കടല എടുത്തിട്ടൊന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. കടലയും നമുക്കിവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കുക്കറിനകത്തുനിന്ന് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു തേയിലപ്പൊടിയുടെ ഒരു കിഴിയും പിന്നെ ഒരു 3 ബേ ലീവ്സ് നമ്മൾ ഇട്ട് കൊടുത്തതും കൂടെ അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. ബാക്കി ചേരുവകളൊക്കെ അതിനകത്ത് തന്നെ കിടന്നോട്ടെ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 2 സവാളയും ഒരു 2 തക്കാളി ഇതുപോലെ എടുക്കുക. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തക്കാളിയും കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തക്കാളി ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് സവാള രണ്ടും കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സവാളയെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കാനേ പാടില്ല. നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സവാളക്കകത്ത് തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ സവാളയെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല പോലെ സവാളയെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാളയുടെ ഈ ഒരു വെള്ള കളറിൽ നിന്ന് മാറിയിട്ട് ഇതൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടുന്നതിന് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. എങ്കിലും ആ ഒരു സവാള അരച്ച ഒരു പച്ചച്ചവ മാറിയിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു കറി കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, സവാളയുടെ ഒരു കളർ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് മൂത്ത് കിട്ടണം. സവാള ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊരു ഗോൾഡൻ കളറാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നമ്മളിത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ തക്കാളിയുടെ ഒരു പച്ചച്ചവ മാറിയിട്ട് നല്ലൊരു കളറിൽ നമുക്ക് കിട്ടത്തുള്ളൂ.
അപ്പോൾ തക്കാളിയുടെ ഒരു പച്ചച്ചൊവയൊക്കെ മാറി അതിൻ്റെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമ്മളെപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ്. ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് 1 ടേബിൾ സ്പൂൺ കയ്യിലെടുത്തിട്ട് ഇതൊന്ന് ഞെരടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ ആണെങ്കിലും ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം എടുത്ത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. കടല മാത്രമായിട്ട് നമുക്കിപ്പോൾ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കടലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കറി കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കടല ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് കടല എടുത്തിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കടല ഉടച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. കടല വേവിച്ച് ഈ ഒരു വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ആ വെള്ളം മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടല വേവിച്ച് ഈ ഒരു വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലൊരു കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചിട്ട് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൽ ചാറ് വേണമെങ്കിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ചാറ് മതിയൊന്ന് നോക്കുക. വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ അവർ ഇതിലേക്ക് ഒരു 3 ചേരുവകളും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാറുണ്ട്. ഒന്ന് നമ്മൾ കടലയൊക്കെ വേവിക്കുന്ന സമയത്ത് കറുത്ത ഏലക്കായ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കും. മാങ്ങ ഉണക്കി പൊടിച്ചത്. ഡ്രൈ മാംഗോ പൗഡറിന് പകരമായിട്ട് നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നോക്കാം പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയൊരു പുളി പോലെ വന്നാലാണ് കറിക്ക് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ചും കൂടി ഒരു നാരങ്ങാനീരിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂണും കൂടെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നാരങ്ങാനീര് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഡ്രൈ മാംഗോ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു നാരങ്ങാനീരിൻ്റെ ആവശ്യമില്ല. മൂന്നാമതായിട്ട് ഒരു ചേരുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ മാതള നാരങ്ങയുടെ അതായത് അനാറിൻ്റെ കുരു ഉണക്കിയിട്ട് അത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും രുചിക്കൊന്നും ഒരു കുറവും ഉണ്ടാകത്തില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ താളിച്ചൊഴിക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 മുളക് ഇതുപോലെ നെടുകെ കീറിയതും കൂടെ നമുക്കിട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് ഈ കടലക്കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കറിയുടെ കളർ ഡാർക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു വെള്ളക്കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇന്നലെ ചെറിയ ബട്ടൂരയുടെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ട അപ്പത്തിൻ്റെയും ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.